ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കാശി, രാമേശ്വർ, ഹരിദ്വാർ തുടങ്ങിയ അനേകം സ്ഥലങ്ങൾ വേറെയുമുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള പുണ്യസ്ഥലമാണ് തിരുപ്പതി, കാളഹസ്തി. ഒരിക്കലെങ്കിലും തിരുപ്പതി ദർശനം നടത്താൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. തിരുപ്പതി ബാലാജി ദർശനം എങ്ങനെ ചുരുങ്ങിയ ചിലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിവരാം എന്നാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ട്രെയിൻ നമ്പർ 12686 12686 കോഴിക്കോടിൽ നിന്ന് രാത്രി 8:30 PM പുറപ്പെട്ട് രാവിലെ 5:30 കാട്ട്പാടി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് 6:26 പുറപ്പെട്ട് 9:10 തിരുപ്പതിയിൽ എത്തിച്ചേരുന്നു. പാസഞ്ചർ മെമോയിൽ കയറുക. തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് അടുത്തു തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് 90 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് തിരുമല പോകാം. ഏകദേശം 1 മണിക്കൂർ സമയം വേണം തിരുമല എത്താൻ. പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി സുരക്ഷാ പരിശോധന നടത്തേണ്ടതാണ്. പരിശോധന കഴിഞ്ഞാൽ ആ ബസ്സിൽ തന്നെ കയറുക. നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത്, അതായത് ₹300 രൂപ കൊടുത്ത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇതായിരിക്കും നല്ലത്. ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കോമഡേഷൻ കൂടി ബുക്ക് ചെയ്യാവുന്നതാണ്. മുകളിൽ തിരുമലയിൽ റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. 200 രൂപ മുതൽ ഉണ്ട്. അതല്ലെങ്കിൽ അവിടെ ബുക്കിങ്ങിന് ആധാറുമായി പോയാൽ ബുക്കിംഗ് ഓഫീസിൽ പോയി ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്ന ടൈം സ്ലോട്ടിന് വളരെ മുമ്പായി തന്നെ സ്പെഷ്യൽ എൻട്രി ദർശൻ ₹300 ക്യൂവിൽ എത്തിച്ചേരേണ്ടതാണ്. ആധാർ കാർഡ് നിർബന്ധമായും കരുതുക. മൊബൈൽ ക്യാമറ, ബാഗ്, ചെരുപ്പ് എന്നിവ ആദ്യം തന്നെ കൗണ്ടറിൽ ഏൽപ്പിക്കുക. ദർശനം കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത സ്ലിപ്പുമായി പോയാൽ ലഡു കിട്ടുന്നതാണ്. ഒരാൾക്ക് 6 ലഡു വരെ കിട്ടുന്നതാണ്. അതിന് ഒരു ലഡുവിന് 50 രൂപ കൊടുക്കണം. ലഡുവിന് സഞ്ചി കരുതിയാൽ നന്ന്. പണം കൊടുത്താൽ സഞ്ചി കൗണ്ടറിൽ കിട്ടും. ഇനി എങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏകദേശം 15-ാം തീയതിക്ക് ശേഷം ttdevastanam.org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓരോ മാസം ബുക്ക് ചെയ്യേണ്ട തീയതി പബ്ലിഷ് ചെയ്യും. ഒരു മൊബൈൽ നമ്പറിൽ 6 പേർക്ക് വരെ ബുക്ക് ചെയ്യാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബുക്ക് ചെയ്യേണ്ടതില്ല. വയസ്സ് തെളിയിക്കുന്ന രേഖ ഒറിജിനൽ കയ്യിൽ കരുതിയാൽ മതിയാവും. പ്രത്യേക ശ്രദ്ധക്ക് 3 മാസത്തെ ബുക്കിംഗ് ആണ് ഓൺലൈനിൽ ചെയ്യുക. അതായത് നവംബറിൽ ബുക്ക് ചെയ്യുക, ഫെബ്രുവരി മാസത്തെ ബുക്കിംഗ് ആണ്. അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പോടു കൂടി വേണം ബുക്കിങ്ങിനിരിക്കാൻ. പേര്, വയസ്സ്, ആധാർ നമ്പർ ഏതെങ്കിലും നോട്ട് പാഡിലോ എക്സൽ ഷീറ്റിലോ നേരത്തെ കൂട്ടി തന്നെ തയ്യാറാക്കി വെക്കുക. ബുക്കിംഗ് ഓപ്പൺ ആയാൽ പെട്ടെന്ന് തന്നെ ഡാറ്റ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പണം അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ പണം അടയ്ക്കാം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. കാരണം വേഗത്തിൽ ടൈം സ്ലോട്ട് ഫില്ലാകും. ഏറ്റവും വേഗത്തിലും എളുപ്പത്തിലും ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ആണ് സൗകര്യം. താമസ സൗകര്യവും കൂടി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഇനി ഓൺലൈൻ ദർശനം കിട്ടാത്തവർക്കായി തിരുപ്പതിയിലെ ശ്രീനിവാസൻ കോംപ്ലക്സ്, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശ്രീനിവാസൻ കോംപ്ലക്സ്, വിഷ്ണു നിവാസം ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ടൈം സ്ലോട്ട് സർവ്വദർശൻ ടിക്കറ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ്. അതിന് അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നേരത്തെ തന്നെ ക്യൂവിൽ നിൽക്കേണ്ടതാണ്. ചിലപ്പോൾ ടോക്കൺ തീർന്നാൽ അടുത്ത ദിവസത്തേക്ക് കാത്തു നിൽക്കേണ്ടി വരും. ടോക്കൺ കിട്ടിയാൽ ടൈം സ്ലോട്ട് ദർശൻ ക്യൂവിൽ ദർശനത്തിന് തന്ന സമയത്തിന് മുമ്പായി ക്യൂവിൽ നിൽക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ക്യാമറ, ചെരുപ്പ്, ബാഗ് എന്നിവ കൗണ്ടറിൽ ഏൽപ്പിക്കുക. അത്യാവശ്യത്തിന് ചെറിയ ബാഗ് കരുതാം. കൂപ്പൺ കാണിച്ചാൽ ഒരു ലഡു ഫ്രീ ആയി കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, തിരുപ്പതിയിൽ നിന്നുള്ള ട്രഡീഷണൽ വഴിയായ നടപ്പാത, അലിപ്പിരിമേടിലുള്ള ഭൂദേവി കോംപ്ലക്സ്, ശ്രീവരിമേടു എന്നീ സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ടൈം സ്ലോട്ട് സർവ്വദർശൻ ടോക്കൺ ഫ്രീ കോസ്റ്റിൽ കിട്ടും. തിരുപ്പതിയിൽ നിന്ന് ബസ്സിലോ ഓട്ടോറിക്ഷയിലോ പോവാം. നിങ്ങൾക്ക് നടന്നു കയറാൻ തയ്യാറാണെങ്കിൽ അലിപ്പിരിയിൽ നിന്ന് 3550 സ്റ്റെപ്സ് കയറണം. ശ്രീവരിമേട്ടിൽ കുത്തനെയുള്ള സ്റ്റെപ്സ് ആണ് ഉള്ളത്. 2388 സ്റ്റെപ്സ് ഉണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തിരുമലയിൽ എത്തിയാൽ റൂം ഇഷ്യൂ ചെയ്യുന്ന ഓഫീസിൽ പോയി ആധാറുമായി പോയാൽ റൂം കിട്ടുന്നതാണ്. ചിലപ്പോൾ തിരക്ക് കൂടുതലാണെങ്കിൽ റൂം കിട്ടാൻ വിഷമമാണ്. ഡോർമിറ്ററി, ലോക്കർ മുതലായ ഉപയോഗപ്പെടുത്തുക. ഒരു ബുക്കും ചെയ്യാതെ തിരുമല എത്തിയാൽ ടോക്കൺ ഇല്ലാത്ത സർവ്വദർശൻ ക്യൂ ഉണ്ട്. അവിടെ പോയി ക്യൂ നിൽക്കാവുന്നതാണ്. ചിലപ്പോൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടി വരും. ക്യൂവിൽ ഇരിക്കാനും വിശ്രമിക്കാനും ടോയ്ലറ്റിൽ പോകാനും പിന്നെ ഭക്ഷണം കഴിക്കാനും പാലും മറ്റും ക്യൂവിൽ കിട്ടുന്നതാണ്. ട്രെയിൻ ബുക്കിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ
കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. ശ്രദ്ധിക്കുക. 12,686 12686 ചെന്നൈയിലേക്കുള്ള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കോഴിക്കോടിൽ 20:30 സ്റ്റാർട്ട് ചെയ്ത് കാട്ട്പാടി 5:33 എത്തുന്നതാണ്. അതിൽ ബുക്ക് ചെയ്യുക. പിന്നെ കാട്ട്പാടിയിൽ എത്തിയാൽ പാസഞ്ചർ നമ്പർ 07662 6:26 പുറപ്പെട്ട് 9:10 തിരുപ്പതിയിൽ എത്തുന്നതാണ്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാളഹസ്തി അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ രേണിഗുണ്ട ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് 22:136 എന്ന ട്രെയിനിൽ 17:15 സ്റ്റാർട്ട് ചെയ്ത് 19:10 കാട്ട്പാടിയിൽ എത്തുന്നതാണ്. അവിടെ നിന്ന് തന്നെ 12601 മംഗലാപുരത്തേക്ക് പോകുന്ന ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കാട്ട്പാടിയിൽ നിന്ന് 22:15 സ്റ്റാർട്ട് ചെയ്ത് 7:27 കോഴിക്കോട് എത്തുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ 07661 തിരുപ്പതിയിൽ നിന്ന് കാട്ട്പാടിയിലേക്കുണ്ട്. അത് 19:15 സ്റ്റാർട്ട് ചെയ്ത് 21:50 കാട്ട്പാടിയിൽ എത്തുന്നതാണ്. അത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, എങ്കിലും നിങ്ങൾക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വേറെയും ട്രെയിനുകൾ ഉണ്ടെങ്കിലും ഏറ്റവും സമയക്കുറവും സൗകര്യവും എല്ലാ ദിവസവും ചിലവുകൾ കുറയ്ക്കാനും. എന്താ കാരണം എന്നാൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചിലവുകൾ, അതായത് റൂം റെൻറ്റ്, ഭക്ഷണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ചിലവ് വളരെ ചുരുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ട്രെയിൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെയുള്ള ട്രെയിന് കോഴിക്കോട് നിന്ന് നേരിട്ട് 12,790 കച്ചിഗുഡ എക്സ്പ്രസ് ബുധനാഴ്ചയും ശനിയാഴ്ചയും കോഴിക്കോടിൽ നിന്ന് 23:30 സ്റ്റാർട്ട് ചെയ്ത് രേണിഗുണ്ട ജംഗ്ഷനിൽ 11:55 എത്തുന്നതാണ്. 22,882 വിവേക് എക്സ്പ്രസ് ഞായറാഴ്ച മാത്രം കോഴിക്കോട് നിന്ന് 2:20 സ്റ്റാർട്ട് ചെയ്ത് രേണിഗുണ്ട ജംഗ്ഷനിൽ 14:35 എത്തിച്ചേരുന്നതാണ്. ചിലവ്: സ്ലീപ്പർ ട്രെയിൻ കോഴിക്കോട് കാട്ട്പാടി അപ്പ് ആൻഡ് ഡൗൺ 700 രൂപ, പാസഞ്ചർ ട്രെയിൻ കാട്ട്പാടി തിരുപ്പതി 60 രൂപ, ബസ് തിരുപ്പതി പത്മാവതി ടെമ്പിൾ 40 രൂപ, തിരുപ്പതി തിരുമല 180, തിരുപ്പതി കാളഹസ്തി 110, ടോട്ടൽ 1,090. നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ 200 രൂപ, 1,290. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.